നിങ്ങളൊരു ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഒരിക്കലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഇത് മുഴുവനായിട്ടൊന്ന് കാണണം. എടുത്തിട്ട് 1 ഇയർ ആവുന്നേ ഉള്ളൂ. വാറണ്ടി പീരീഡ് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രൊസസർ അടിച്ചുപോയി, ഗ്രാഫിക്സ് കാർഡ് അടിച്ചുപോയി, ഇതൊന്നും റെസ്പോണ്ട് ചെയ്യണില്ല. ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ഓഫർ നടക്കുമ്പോൾ നേരെ എടുക്കും, നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഓൾമോസ്റ്റ് വാറണ്ടി കഴിയുമ്പോഴത്തേക്കും ഡെഡ് എന്നുള്ള അവസ്ഥയിലേക്ക് പോകും. അതിന് കാരണം ആക്ച്വലി അതിന്റെ കൂളിംഗ് സിസ്റ്റവും അതിന്റെ സെഗ്മെന്റും നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും പ്രൈസിംഗിലാണ് ഫോക്കസ് ചെയ്യുക. പക്ഷേ അതത് കമ്പനികൾ അതത് സെഗ്മെന്റുകളിലേക്ക്, അതത് പർപ്പസിന് വേണ്ടി സെഗ്മെന്റുകൾ തിരിച്ചാണ് ലാപ്ടോപ്പ് സെല് ചെയ്യുന്നത്. ഇതാരും നമുക്ക് പറഞ്ഞു തരാറില്ല. ലെനോവോ പറയുകയാണെങ്കിൽ LOQ ലാപ്ടോപ്പുകൾ വരുന്നുണ്ട്, ലീജർ ലാപ്ടോപ്പുകൾ വരുന്നുണ്ട്. അസ്യൂസിനാണെങ്കിൽ ടഫും റോഗും ഉണ്ട്, ഡെല്ലിന് G സീരീസും ഉണ്ട്, ഏലിയൻ വെയറും ഉണ്ട്. ഏസറിനാണെങ്കിൽ നൈട്രോയും പ്രൊഡേറ്ററും വരുന്നുണ്ട്. ഇനി HP കാര്യത്തിൽ പിക്ടസും ഉണ്ട്, ഒമനും ഉണ്ട്. പർപ്പസ്ഫുള്ളിയാണ് നമ്മുടെ ലാപ്ടോപ്പുകളെ സെഗ്മെന്റ് ചെയ്തിരിക്കുന്നത്. ടഫ് എന്ന് പറഞ്ഞ ഒരു എൻട്രി ലെവൽ ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. ഒരു വെഡിങ് വീഡിയോ ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് വീഡിയോ ചെയ്യുന്ന ആളൊക്കെ നേരെ ഒന്ന് ടഫ് എടുത്ത് അതിനകത്ത് 8K 4K വീഡിയോ ഒക്കെ ഇമ്പോർട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഒരുപാട് കാലം പോവില്ല. ബിക്കോസ് അതൊരു തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പ്രോസസ്സായി മാറും. നേരെ മറിച്ചിട്ട് റോഗിലാണ് നമ്മൾ ഈ പണി ചെയ്യുന്നതെങ്കിൽ റോഗ് അത് താങ്ങാൻ കേപ്പബിൾ ആണ്. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറയാം. സോ ഈ ലാപ്പിന് ഒരു TDP ഉണ്ട്, മാക്സിമം വാട്ട്സ് യൂസ് ചെയ്യാനായിട്ട് ഒരു ലിമിറ്റ് ഉണ്ട്. അതിന്റെ മുകളിലേക്ക് അത് പുഷ് ചെയ്യാൻ പറ്റില്ല. സോ എന്നിരുന്നാൽ തന്നെയും അതിനെ കൂൾ ഡൗൺ ചെയ്യാനുള്ള ഒരു കൂളിംഗ് സിസ്റ്റം അവിടെ പ്രൊവൈഡഡ് ആവണം എന്ന് നിർബന്ധമില്ല. സോ കോർ സെക്ഷൻ ഡ്രൈ ആവും. അസ്യൂസിന് ടഫിന് സംഭവിക്കുന്ന ഇഷ്യൂ ഇതാണ്. സോ അസ്യൂസിന് ഈ അടുത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. അസ്യൂസിന് ലാപ്പ് പെട്ടെന്ന് ചീത്തയാവുന്നു, പെട്ടെന്ന് കംപ്ലൈന്റ് ആവുന്നു, വാറണ്ടി പീരീഡ് കഴിയുമ്പോഴത്തേക്ക് അസ്യൂസ് പണി വരുന്നു. സോ ഇത് ആക്ച്വലി സംഭവിക്കുന്നതിന് കാരണം ഇതാണ്. അതിന്റെ TDPക്ക് അനുസരിച്ച് അതിനെ കൂൾ ഡൗൺ ചെയ്യാനുള്ള ഒരു മെക്കാനിസം അതിനകത്തില്ല. അപ്പോൾ നമ്മുടെ പർപ്പസ് ഹെവി ഗെയിമിംഗ് ആണ്, ഹെവി എഡിറ്റിംഗ് ആണെങ്കിൽ ഒരിക്കലും എൻട്രി ലെവൽ ലാപ്പ് എടുക്കരുത്. നമ്മൾ എടുത്തതിന് ശേഷമായിരിക്കും നമ്മൾ പലപ്പോഴും പെടുക. നിങ്ങൾ ഈ ലാപ്പ്, അതായത് എൻട്രി ലെവൽ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ എടുത്തു, സോ ബഡ്ജറ്റിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തു, ആൻഡ് 8K 4K വീഡിയോ റെൻഡറിങ് ആൻഡ് എക്സ്പോർട്ടിംഗ് പോലുള്ള ഹെവി ഡ്യൂട്ടീസ് ചെയ്യാണ്, ഹെവി ഗെയിമിംഗ് ചെയ്യാണ്. നിങ്ങളൊരു കൂളിംഗ് പാഡ് യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. ആൻഡ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്, ഇയർലി അതൊന്ന് സർവീസ് ചെയ്യണം. ഒരു എയർ കൂളിംഗ് സിസ്റ്റം ആണ്. സോ എയറിനെ ഇൻടേക്ക് ചെയ്തിട്ടാണ് ചേംബറിനെ കൂൾ ഡൗൺ ചെയ്യുന്നത്. സോ ഈ പ്രോസസ്സ് നടക്കുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ ഡസ്റ്റും, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നല്ലോണം ഡസ്റ്റ് ഉണ്ട്. സോ ഡസ്റ്റും അതിന്റെ അകത്തേക്ക് പോകും. സോ ഈ എയർ പുറത്തേക്ക് പോകുന്ന ഫിൻസിലൊക്കെ ആ ഡസ്റ്റ് വന്ന് ബ്ലോക്കായി എയർ പുറത്തേക്ക് പോവാത്തൊരവസ്ഥ വരും. അന്നേരം ഈ സെയിം ഇഷ്യൂ തന്നെ ഉണ്ടാവും. ആൻഡ് പ്രൊസസർ കോർ സെക്ഷൻ അല്ലെങ്കിൽ GPUവിന്റെ കോർ സെക്ഷൻ ഡ്രൈ ആവും. ഡ്രൈ ആവുമ്പോൾ ഒബ്വിയസ്ലി ഡെഡ് ആവും. മറ്റ് കംപ്ലൈന്റുകൾ പോലെയല്ല പ്രൊസസറും GPUവും കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അറൌണ്ട് ലാപ്ടോപ്പിന്റെ ഒരു 60% ഒക്കെയാണ് അതിന് കോസ്റ്റ് വരാം. ഇനി ലാപ്പ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, സോ നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് നോക്കാം. ഓഫർ കിട്ടും എന്ന പേരിൽ ഒരിക്കലും ലാപ്പ് എടുക്കരുത്. ഒരു 2 EMI കൂടുതൽ അടച്ചാൽ മതി. ആ പൈസ പോരാ അത് ചീത്തയായി നന്നാക്കാൻ. സോ ചിന്തിക്കുക, എന്നിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക.